പെറ്റ് ഡിറ്റക്റ്റീവ് സിനിമ കണ്ടു. അപ്പോൾ ഈ സിനിമയുടെ ഡയറക്ടർ പ്രണീഷ് വിജയനാണ്. അതേപോലെ ഇതിൻ്റെ കഥ എഴുതിയിരിക്കുന്നതും പുള്ളിയും കൂടെ ജയ് വിഷ്ണുവും ഉണ്ട്. അപ്പോൾ ഇവരെഴുതിയിരിക്കുന്ന കഥ എന്ന് പറയുന്നത് ഒരു കലപിലാന്ന് പോയിട്ട് അവസാനം ഒരു തീരുമാനത്തിൽ എത്തുന്ന രീതിയിലുള്ള ഒരു കഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ കുറേ ക്യാരക്ടറുകൾ വേണം. ഇതിൽ ഒരു 25ലധികം നടന്മാർ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യം സിനിമയ്ക്ക് പോകുന്നതിന് മുമ്പേ ഞാൻ മനസ്സിലാക്കിയിരുന്നു ഒരുപാട് നടന്മാരുണ്ട് എന്ന്. അപ്പോൾ എന്തിനാ ഇത്രയും നടന്മാരെന്ന് നോക്കുമ്പോൾ സിനിമ കാണുമ്പോഴാണ് മനസ്സിലാവുന്നത് ഓരോ സീന് കഴിയുമ്പോഴും പുതിയ ഓരോ ട്വിസ്റ്റുകൾ വരികയാണ്. അങ്ങനെ ട്വിസ്റ്റുകളിലൂടെയാണ് സിനിമ പോയിട്ട് ഒരു സ്ഥലത്ത് പോയി നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് നടന്മാർ ഈ സിനിമയിലുണ്ട്. പിന്നെ ഈ സിനിമ എങ്ങനെയായിരുന്നു ഞാൻ പറയാം, എന്തുദ്ദേശിച്ചാണ് ഈ സിനിമയുടെ പോക്ക് എന്ന് പറയാം. അതിനു മുമ്പ് ഈ സിനിമയുടെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് ആനന്ദ് സി ചന്ദ്രനാണ്. അതേപോലെ ഇതിൻ്റെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് അഭിനവ് സുന്ദർ നായകാണ്. ഇവർ രണ്ടുപേരും കൂടി ചെയ്തിരിക്കുന്ന ഈ സ്ക്രീന് എൻ്റെ അഭിപ്രായത്തിൽ അത്ര പോരാ. സ്ക്രീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സിനിമ കാണുമ്പോൾ കൂടുതൽ ഇരുട്ടാണ് സ്ക്രീനിൽ കാണുന്നത്. കുറച്ചുകൂടി ബ്രൈറ്റ്നസ് ആക്കാമായിരുന്നു. ഇതൊരു ഡിറ്റക്റ്റീവ് മോഡൽ സിനിമ ആയതുകൊണ്ട് ആ രീതിയിൽ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്രൈറ്റ്നസ് ആണ് ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായി. എന്നാലും എവിടെയൊക്കെ കൂടുതൽ ബ്രൈറ്റ്നസ് വേണോ അവിടെയും ഒരു ഇരുട്ട് ഫീൽ ആവുകയാണ്. ഒന്നുകൂടി കളർ ഗ്രേഡിംഗ് ഒക്കെ ഇതിന് ചെയ്തിട്ടുണ്ട്. അതൊന്നുകൂടി ബ്രൈറ്റ്നസ്സിൽ ചെയ്യാമായിരുന്നു. അതിൻ്റെ ഒരു കുറവ് ഫീൽ ആവുന്നുണ്ട്. പിന്നെ ഈ സിനിമയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഫുൾ കോമഡിയാണ് കേട്ടോ. ഇതിൽ ഷറഫുദ്ദീൻ, വിനയ് ഫോർട്ട്, ജോമോൻ ജ്യോതിർ, പിന്നെ വിനായകൻ, അതേപോലെ വിജയരാഘവൻ സാർ അടക്കം ഇതിൽ കോമഡിയിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഫുൾ കോമഡിയാണ്. വരുന്ന കഥാപാത്രങ്ങളെല്ലാം തന്നെ കോമഡി ചെയ്യാണ്. അപ്പോൾ അതിൽ ഞാൻ നേരത്തെ ഈ പറഞ്ഞ ഷറഫുദ്ദീൻ അടക്കമുള്ള നടന്മാരാണ് കൂടുതൽ കോമഡി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചിരിക്കാനുണ്ട് സിനിമയിൽ കുറേ. ഇപ്പോൾ ആട് സിനിമയില്ലേ, അതിൽ ഒരു പൊട്ടത്തരം നിറഞ്ഞൊരു സിനിമയാണല്ലോ. അതേപോലെ തന്നെ അതിൽ കുറേ നടന്മാരും ഉണ്ട്. അപ്പോൾ അത് കോമഡിയിലൂടെ പോവാണ്. അതേപോലത്തെ കോമഡി അത്രയേ ഉള്ളൂ ഈ സിനിമയിൽ. പിന്നെ ഇതിൽ ആക്ഷനൊക്കെ ഉണ്ട്. പക്ഷേ ആക്ഷൻ വലിയ സീരിയസ് ഉള്ളതൊന്നുമല്ല, അതും കോമഡിയിലൂടെ തന്നെയാണ് പോകുന്നത്. പക്ഷേ ഈ സിനിമയിലെ കോമഡി എല്ലാ കോമഡികൾക്കും എല്ലാവർക്കും ചിരി വരുന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ഞാൻ കുറച്ച് ചിരിച്ചു. വിജയരാഘവൻ സാറിൻ്റെയും അതേപോലെ ഷറഫുദ്ദീൻ്റെയും പിന്നെ ജോമോൻ ജ്യോതിറിൻ്റെയും വിനയ് ഫോർട്ട് ഇവരുടെയൊക്കെ കോമഡി, അതേപോലെ വിനായകൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത ആ മറ്റേ വെടിവെക്കുന്ന സമയത്ത് കറങ്ങിയുള്ള സംഭവം, അങ്ങനത്തെയൊക്കെ യാക്കത്തലി എന്നാണ് പുള്ളിയുടെ കഥാപാത്രത്തിൻ്റെ പേര്. അപ്പോൾ ചിരിക്കാൻ കുറച്ചുണ്ടായിരുന്നു, ഞാൻ ചിരിച്ചു, അത്രയേ ഉള്ളൂ. പക്ഷേ അതേസമയം ഇത് ഭയങ്കര സംഭവമായ ചിരിയുള്ള മൂവിയായിട്ടും എനിക്ക് അങ്ങോട്ട് തോന്നിയിട്ടില്ല. അതേപോലെ ആക്ഷൻ്റെ കാര്യത്തിലും ഇത് കോമഡി ലെവലിൽ പോകുന്ന സിനിമയാണെങ്കിലും ആക്ഷൻ ഇതിൽ 1-2 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അതും കോമഡി പോലെ തന്നെ കൊണ്ടുപോകാനാണ് നോക്കിയിരിക്കുന്നത്. എന്നാലും ഷറഫുദ്ദീൻ ഇതിൽ ഇടയ്ക്കിടയ്ക്ക് പുള്ളി കുറച്ച് സീരിയസ് ആയിട്ട് തന്നെ ആക്ഷൻ കാണിക്കുന്നുണ്ട്. അത് ഒന്നുകൂടി സീരിയസ് ആക്കാമായിരുന്നു എന്ന് തോന്നി, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇങ്ങനെ കണ്ടിരിക്കാം. വലിയ കോമഡിയും ഫുൾ എനിക്ക് ചിരി വന്നു കേട്ടോ, അത് ഞാൻ പറയാം. ഞാൻ കുറച്ചൊക്കെ ചിരിച്ചിട്ടുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എല്ലാവരും ഈ കോമഡിക്ക്, ഇപ്പോൾ എൻ്റെ വീട്ടിലെ എല്ലാവരും ഈ സിനിമയ്ക്ക് പോയി കഴിഞ്ഞാൽ അവരെല്ലാവരും ചിരിക്കുമെന്ന് പറയാൻ പറ്റില്ല. എന്നാലും ചിരിക്കും കേട്ടോ. ചില കോമഡികൾ ചിലവർക്ക് പെട്ടെന്ന് ചിരി വരുമല്ലോ. എല്ലാ കോമഡിയും എല്ലാവർക്കും ചിരി വരില്ല. പക്ഷെ ഞാൻ കുറേ കോമഡികൾക്കൊക്കെ ചിരിക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ കുറച്ച് ചിരിച്ചു. പക്ഷേ എല്ലാവർക്കും എല്ലാ കോമഡികൾക്കും ചിരി വരുന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. എന്നാലും ചിരിക്കാനുണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ ഇതിലൊരു സൈക്കോ വരുന്നുണ്ട്. പുള്ളി കുറേ പേരെ കടത്തി കൊണ്ടുപോയിട്ട് കമ്പിയൊക്കെ ഇട്ട് കഴുത്തിൽ പിടിച്ച് വലിച്ച് അങ്ങനത്തെ ഇതൊക്കെ വരുന്നുണ്ട്. എപ്പോഴും കമ്പിയും വെച്ച് നടക്കണത് അതൊക്കെ. പക്ഷെ അത് എന്തിനാണ് ഇത്രയും പേരെ കടത്തി കൊണ്ടുപോകണത് ഈ കഥയ്ക്ക് അങ്ങോട്ട് വ്യക്തമല്ല. ടോണി ജോസ് അലൂല എന്ന കഥാപാത്രമായ ഷർഫുദ്ദീൻ്റെ ഫാദറായിട്ട് ഇതിൽ ജോസ് അലൂല, രഞ്ജി പണിക്കറും ഉണ്ട്. പുള്ളിയും കുറച്ച് ചിരിപ്പിക്കുന്നുണ്ട് കേട്ടോ. ചില കാര്യങ്ങൾക്കൊക്കെ ചിരിക്കാനുണ്ട്. പിന്നെ ഇതിൽ സണ്ണി വെയിൻ ഉണ്ട്. പുള്ളി ഇതിൽ ഞാൻ കുറച്ച് അത്യാവശ്യ സംഭവങ്ങൾ ഉണ്ടാവുമെന്ന് കരുതി. പുള്ളിയാണ് ഇതിലൊരു പ്രധാന ട്വിസ്റ്റൊക്കെ ചെയ്തു വെക്കുന്നത്. എന്നാലും പുള്ളിക്ക് വലിയ റോളൊന്നും ഈ സിനിമയിൽ വന്നിട്ടില്ല. അങ്ങനെ വലിയ സീരിയസ്നെസ് ഒന്നും ഇല്ലാതെ അങ്ങനെ കോമഡിയിൽ എടുത്തിരിക്കുന്ന ഈ സിനിമയ്ക്ക് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെയായിട്ട് കുറച്ച് ചിരിക്കാം.